ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാൻ വാങ്ങിയ ഒരു മോപ്പ്, അതായത് പ്രസ്റ്റീജിൻ്റെ ഒരു ആൽഫ മോപ്പ്. അതിൻ്റെ 2 മോപ്പ് ഹെഡ്സ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു മോപ്പ് സെറ്റിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 മൈക്രോ ഫൈബർ ഹെഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമുക്ക് 2 ഉണ്ട്. അപ്പോൾ ഒന്ന് പോയി കഴിഞ്ഞാൽ വേറൊന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ മൈക്രോ ഫൈബർ ഹെഡ് ഞാൻ ഈ സ്റ്റീൽ റോഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കുകയാണ്. സോ ഈ സ്റ്റീൽ റോഡ് തന്നെ നമുക്ക് പാർട്സ് ആയിട്ട് വരുന്നത്. നമുക്കത് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ത്രെഡ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ സ്റ്റീൽ റോഡിൽ തന്നെ പാർട്സ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഒരു ക്ലിപ്പ് ലോക്ക് ഹാൻഡിൽ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് വെച്ച് നമുക്കിത് ലോക്ക് ചെയ്യാനും അതിനകത്ത് തന്നെ ഓപ്പൺ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മുകളിലോട്ട് ആക്കി കഴിഞ്ഞാൽ അത് ലോക്കാവും, താഴേക്ക് ആയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം. ഞാൻ ഈ മൈക്രോ ഫൈബർ ഹെഡ് സ്റ്റീൽ റോഡിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇതിന് താഴെ തന്നെ ഈ കാണുന്ന ഒരിതുണ്ട്. അപ്പോൾ അത് ഈ പ്ലാസ്റ്റിക് അത് സംഭവം ത്രെഡ് വെച്ചിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഊരിയെടുക്കാനും പറ്റുന്നതാണ്. ഇത് തിരിച്ചിട്ടാണ് ഞാൻ ഈ മൈക്രോ ഫൈബർ ഹെഡ് സ്റ്റീൽ റോഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്, വീഡിയോയിൽ കാണുന്ന പോലെ. നമുക്കിതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ ഒന്ന് ചവിട്ടിയിട്ട് ജസ്റ്റ് അത് ആ റോഡ് ഒന്ന് ഡയറക്ഷൻ സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ക്ലിപ്പ് നമ്മൾ താത്തിട്ട് ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ആ റൊട്ടേറ്റിംഗ് മോഷൻ, സ്പിന്നിങ് മോഷനിൽ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയാണ്. ഈ ബക്കറ്റിൻ്റെ കൂടെ വരുന്ന വേറെ കുറച്ച് സംഭവങ്ങൾ, അതായത് പുള്ളിങ് ഹാൻഡിൽ അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ വീൽസ് ഉണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന്. പിന്നെ ഡ്രെയിൻ സ്പോട്ട് ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അഴുക്ക് വെള്ളം കളയാൻ വേണ്ടി നമുക്കതിൻ്റെ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി, അതിലേക്ക് പോവും. അതുപോലെ തന്നെ 360 ഡിഗ്രി സ്പിന്നറും ഉണ്ട്. അപ്പോൾ അതിന് ഒരു ഹാൻഡിലും കൂടിയുണ്ട് ബക്കറ്റിന്. അതാണ് ഇതിൻ്റെ ഒരു പുള്ളിങ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്കതിനെ പുള്ളി ചെയ്യാൻ പറ്റും. ഇതുപോലെ വീൽസിലാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ഡ്രെയിൻ സ്പോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഡ്രെയിൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ. അത് ഊരിക്കഴിഞ്ഞാൽ അഴുക്ക് വെള്ളം അതിലൂടെ പോയിക്കോളും. ഈ റോഡിൻ്റെ നമ്മളെ ക്ലിപ്പ് താത്തിട്ട് നമ്മൾ ഈ 360 ഡിഗ്രി സ്പിന്നറിലോട്ട് വെച്ച് കൊടുത്താൽ അത് തന്നാലെ അതിങ്ങനെ സ്പിന്നായി വന്നോളും. അപ്പോൾ അതിലെ വെള്ളമെല്ലാം പോയി ഡ്രൈ ആയി കിട്ടും. നമുക്കിനി വെള്ളം വേണമെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ ബക്കറ്റിൽ ഇപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് കൊടുത്ത് നമുക്കത് വെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഇങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. ഞാനത് 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.